ഹായ് ആൻഡ് വെൽക്കം ടു ജെയിലൻ PSC. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസംബർ 8 മുതൽ 22 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യം തന്നെ വരുന്നതാണ് IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. രാജ്യാന്തര ചലച്ചിത്രമേള 28ാമത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയായിരുന്നു ഈ വർഷം നടന്നത്. അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഡിസംബർ 8 മുതൽ 15 വരെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തായിരുന്നു സുവർണ ചകോരം. സുവർണ ചകോരം ലഭിച്ചത് ദ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ജാപ്പനീസ് ചിത്രമായിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് റുസുകെ ഹമഗുച്ചി. അപ്പം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കി. അതൊരു ജാപ്പനീസ് ചിത്രമാണ്. അതിൻ്റെ ഡയറക്ടറാണ് റുസുകെ ഹമഗുച്ചി. അടുത്തത് രജത ചകോരം. രജത ചകോരം മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത് ഷോക്കിർ ഖോലിക്കോവിനാണ്. അദ്ദേഹത്തിൻ്റെ സൺഡേ എന്ന ചിത്രത്തിനായിരുന്നു ഇത് ലഭിച്ചത്. അപ്പം മികച്ച സംവിധാനമുള്ള രജത ചകോരം സൺഡേ എന്ന ചിത്രത്തിലൂടെ ഷോക്കിർ ഖോലിക്കോവ് സ്വന്തമാക്കി. ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു നമ്മുടെ നെറ്റ് പാക്ക് പുരസ്കാരം, മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചതും സൺഡേ എന്ന ചിത്രത്തിന് തന്നെയായിരുന്നു. സംവിധായകൻ ഷോക്കിർ ഖോലിക്കോവ്. അടുത്ത രജത ചകോരമായിരുന്നു മികച്ച നവാഗത സംവിധായകൻ. അതായിരുന്നു ഫാസിൽ റസാഖിന് ലഭിച്ചത്. തടവ് എന്ന ചിത്രത്തിനായിരുന്നു ഈ അവാർഡ് ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തടവ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ഫാസിൽ റസാഖാണ്. അടുത്ത നെറ്റ് പാക്ക് പുരസ്കാരം മികച്ച മലയാള ചിത്രത്തിനുള്ളതാണ്. അത് കിട്ടിയത് ആട്ടം. ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന ചിത്രത്തിനായിരുന്നു ആ അവാർഡ് ലഭിച്ചത്. നെറ്റ് പാക്ക് പുരസ്കാരം, മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം. അടുത്തത് ഫിപ്രസ്കി പുരസ്കാരം. മികച്ച നവാഗത സംവിധാനത്തിനായി B32 മുതൽ 44 വരെ ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ശ്രുതി ശരണ്യമാണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഫിപ്രസ്കി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യ സ്വന്തമാക്കി. അടുത്തതാണ് മികച്ച ഇന്റർനാഷണൽ ചിത്രത്തിനുള്ള ഫിപ്രസ്കി പുരസ്കാരം. ഇത് പ്രിസൺ ഇൻ ദ ആൻഡീസ് എന്ന ചിത്രത്തിനായി ആണ് ലഭിച്ചത്. ഇതിന്റെ സംവിധായകൻ ഫെലിപ്പെ കാർമോണെ. ഫിപ്രസ്കി പുരസ്കാരം ഫെലിപ്പെ കാർമോണെ സംവിധാനം ചെയ്ത പ്രിസൺ ഇൻ ആൻഡീസിനാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ 2023 AFC ഏഷ്യ കപ്പ് വരുന്ന AFC ഏഷ്യ കപ്പിനെ കുറിച്ചാണ് നോക്കുന്നത്. ജനുവരി 12 മുതൽ ഫെബ്രുവരി 10 വരെ 2024 നടക്കുന്ന AFC ഏഷ്യ കപ്പിൻ്റെ വേദി ഖത്തറാണ്. 18ാമത് AFC ഏഷ്യൻ കപ്പിന് 2024 ജനുവരി 12 മുതൽ ഫെബ്രുവരി 10 വരെ വേദിയാകുന്നത് ഖത്തർ. ടൂർണമെന്റിന്റെ മുദ്രാവാക്യം ഹയ ഏഷ്യ. ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക പന്ത് വോർട്ടെക്സ് AC23. അതുപോലെ ഭാഗ്യചിഹ്നങ്ങളാണ് സബുക്, ദിംബിക്, ഫ്രെഹ, സ്കൃതി, ത്രിനേ. അത് ഡെസേർട്ട് റോഡൻസ് എന്ന ജെർബോക്കളാണ് ഈ പറയുന്ന ഭാഗ്യചിഹ്നങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് K-SMART ആണ്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത് തദ്ദേശ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്പാണ് K-SMART. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, വാണിജ്യ നികുതി, ബിൽഡിംഗ് പെർമിറ്റ്, പൊതുജന പരാതി പരിഹാരം തുടങ്ങിയ സേവനങ്ങൾ ജനുവരി 1, 2024 മുതൽ ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. ഈ അടുത്ത് അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകൻ ആന്റോണിയോ നെഗ്രിയുടെ മുതലാളിത്ത ആഗോള വിരുദ്ധ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? സാമ്രാജ്യം അഥവാ എംപയർ ആണ്. ആരുടെയാണ്? അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകൻ ആന്റോണിയോ നെഗ്രിയുടെ മുതലാളിത്ത ആഗോള വിരുദ്ധ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. മുൻ കുവൈറ്റ് അമീറിന്റെ വേർപാടിനെ തുടർന്ന് പുതിയ കുവൈറ്റ് അമീറായി സ്ഥാനം എടുത്തത് ആരാണ്? അമീർ ഷെയ്ഖ് മിഷാൽ. മുൻ കുവൈറ്റ് അമീറിന്റെ വേർപാടിനെ തുടർന്ന് പുതിയ കുവൈറ്റ് അമീറായി സ്ഥാനമെടുത്ത അമീർ ഷെയ്ഖ് മിഷാൽ. ഈ അടുത്ത് ഈജിപ്തിന്റെ പ്രസിഡന്റായി മൂന്നാം വട്ടവും ഈജിപ്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. അടുത്തത് ഈ വർഷം അനാച്ഛാദനം ചെയ്ത 125 അടി ഉയരമുള്ള അംബേദ്കർ പ്രതിമ എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 125 അടി ഉയരമുണ്ട്. വിജയവാഡ, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഈ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഇന്ത്യയിൽ തന്നെയാണ്. അതേതാണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിക്കരികിൽ, ഗുജറാത്തിലെ നർമ്മദ നദിക്കരികിലാണ്
ഈ പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടിയ ആദ്യ മലയാളി ആരാണ്? ട്രീസ ജോളി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടിയ ആദ്യ മലയാളി. UN കാലാവസ്ഥ ഉച്ചകോടി 2024 COP29 വേദിയാവുന്നത് ബാക്കു, അസർബൈജാനിലെ ബാക്കു ആണ് വേദി. 2024 COP29 വേദിയാവുന്നത്. 2034 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അത് സൗദി അറേബ്യയിലായിരിക്കും. 2034 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദി സൗദി അറേബ്യ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ നാഥ്. പുതിയതായി ഇന്ത്യയിൽ നിയമിതനായ ഇസ്രായേൽ അംബാസഡർ ആരാണ്? റിയുവൻ അസർ. റിയുവൻ അസർ ആണ് പുതിയതായി ഇന്ത്യയിൽ നിയമിതനായ ഇസ്രായേൽ അംബാസഡർ. ദുബായിൽ നടന്ന 2024 IPL ആദ്യ ദിന ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായി മാറിയത് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക്. മിച്ചൽ സ്റ്റാർക്കാണ് ദുബായിൽ നടന്ന 2024 IPL ആദ്യ ദിന ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായി മാറിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ മൃഗശാല എവിടെയാണ്? അത് കേരളത്തിലെ തൃശ്ശൂരാണ്. തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ മൃഗശാല. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ആർക്കൊക്കെയാണ് ലഭിക്കുക? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, രംഗി റെഡ്ഡി, സാത്വിക് സായിരാജ്. ഈ 2 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്നത്. ഇത്തവണ കേരളത്തിൽ നിന്നുള്ള അർജുന അവാർഡ് ജേതാവ് ആരാണ്? എം ശ്രീശങ്കർ ആണ് കേരളത്തിൽ നിന്നുള്ള അർജുന അവാർഡ് ജേതാവ്. അത്ലറ്റിക്സിൽ ലോങ് ജമ്പ് ആണ് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഐറ്റം. 2023 അർജുന അവാർഡിന് അർഹനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? അത് മുഹമ്മദ് ഷമി. അർജുന അവാർഡിന് അർഹനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡിന് അർഹയായ 3ാമത്തെ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വൈശാലി രമേശ് ബാബു. വൈശാലി രമേശ് ബാബുവും സഹോദരൻ പ്രജ്ഞാനന്ദയാണ് ചരിത്രത്തിൽ തന്നെ ബ്രദർ സിസ്റ്റർ പെയർ ഗ്രാൻഡ് മാസ്റ്റർ ആവുന്ന ബ്രദർ സിസ്റ്റർ പെയർ ആയിട്ട് വരുന്നത്. അപ്പം ആ വൈശാലി രമേശ് ബാബു ആണ് 2023 അർജുന അവാർഡിന് അർഹയായ 3ാമത്തെ ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. കേരളത്തിൽ നിന്നും 2023 ദ്രോണാചാര്യ അവാർഡ് കരസ്ഥമാക്കുന്ന ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ആരാണ്? ഇ ഭാസ്കരനാണ് കേരളത്തിൽ നിന്നും 2023 ദ്രോണാചാര്യ അവാർഡ് കരസ്ഥമാക്കുന്ന ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഇ വി രാമകൃഷ്ണനാണ് കേരളത്തിൽ നിന്നും ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന. അദ്ദേഹത്തിൻ്റെ നിരൂപണ ഗ്രന്ഥം ഏതാണ്? മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിനാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളി ആരാണ്? നമുക്കറിയാം അല്ലേ? സഞ്ജു സാംസൺ. ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയും. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഏത് വനിതാ ഗുസ്തിക്കാരെയാണ് അടുത്തിടെ വിരമിച്ചത്? സാക്ഷി മാലിക് ആയിരുന്നു. ഈയിടെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. സാക്ഷി മാലിക് വിരമിക്കൽ അറിയിച്ചത് വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരിടുന്ന പീഡനത്തിനെതിരെയാണ്, അല്ലെങ്കിൽ അതുമൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസംബർ 8 മുതൽ ഈ അടുത്ത 22 വരെയുള്ള കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്